വെൽക്കം ടു ഫോർ എഡ്യൂക്കേഷൻ. അടുത്തൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇൽമുൽ മആനിയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഫസ്ല് വസ്ല് എന്ന് പറയുന്നത്. നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് പരസ്പരം ചേർത്തി പറയേണ്ടതും പരസ്പരം വിഘടിപ്പിച്ച് പറയേണ്ടതുമായ കാര്യങ്ങൾ ഉണ്ടാകും. ഇതിനൊരു കൃത്യമായ മാനദണ്ഡമുണ്ട്. അലങ്കാര ശാസ്ത്രത്തിൽ ഏതെല്ലാം കാര്യങ്ങളാണ് ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് നമ്മൾ രണ്ട് വാചകങ്ങളെയൊക്കെ കൂട്ടി യോജിപ്പിച്ച് പറയേണ്ടത്, അങ്ങനെ പരസ്പരം ചേർക്കാതെ പറയേണ്ട സന്ദർഭങ്ങൾ ഏത്, ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള നിയമങ്ങളും ചട്ടങ്ങളുമുണ്ട്. അപ്പം ഇതിൽ ഫസ്ല് എന്ന് പറയുമ്പോൾ പരസ്പരം ചേർക്കാതെ ഓരോന്നായിട്ട് പറയാം. വസ്ല് എന്ന് പറയുമ്പോൾ പരസ്പരം ചേർത്ത് പറയുക. ഓക്കെ, മവാദിഉൽ ഫസ്ൽ ഏതൊക്കെയാണ്? ഫസ്ലിൻ്റെ സന്ദർഭങ്ങൾ. ഫസ്ൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പരസ്പരം ബന്ധിപ്പിക്കാതെ ഒരു കാര്യം പറയുന്നു, ചേർക്കാതെ മറ്റൊരു കാര്യം, അങ്ങനെ പറയുന്നതാണ് ഫസ്ൽ എന്ന് പറയും. ഇതിൻ്റെ ഒരു സന്ദർഭമാണ് കമാലുൽ ഇത്തിസാൽ, അയ്യക്കൂന ബൈനൽ ജുംലത്തേരി ഇത്തിഹാദുൻ താമുൻ, പൂർണ്ണ യോജിപ്പ്. രണ്ട് സെൻറ്റൻസുകൾ എന്ന് പൂർണ്ണ യോജിപ്പ് ഒന്നാം തന്നെ പറയാം, ആ രൂപത്തിലാണ്. അങ്ങനെ പൂർണ്ണ യോജിപ്പ് എന്ന് പറയുന്നത് ബന്ധക്കോന ജുംലത്തു സാനിയ തൗക്കീദല്ല, ഒന്നാമത്തെ പറഞ്ഞ കാര്യത്തെ തന്നെ ഒന്ന് ശക്തിപ്പെടുത്താനാണ് രണ്ടാമത്തെ വന്നിട്ടുള്ളത്. അതല്ലെങ്കിൽ ഒന്നാമത്തത് അതിനൊന്ന് ബയാൻ ചെയ്യാണ് ഇത്, അല്ലെങ്കിൽ ഇതിൻ്റെ ബദലാണിത്. അപ്പോൾ ഒന്നെന്നെ മതിയേനും ഇതായി ഇതിൻ്റെ ബദലൂടെ ഒന്ന് കൊണ്ടുപോകും. ഇങ്ങനെയൊക്കെ ആകുന്ന സമയത്ത് അവിടെ പരസ്പരം ചേർത്തി പറയരുത്, പരസ്പരം ഫസിലാക്കിയിട്ടേ പറയാൻ പാടുള്ളൂ. വമദ്ദഹറു ഇല്ലാ മിൻ റുവാത്തി ഖസായിദ്, കാലം എൻ്റെ കവിതകളുടെ റിപ്പോർട്ടർ മാത്രമാണ്. ഇദാ ഖുൽതു ഷെയരി, ഞാൻ കവിത പാടിയ ലസ്ബഹദ് ദഹറു മുൻഷിദ, കാലവും ആ കവിത ഏറ്റുപാടും. ഇവിടെ നിങ്ങൾ നോക്കി, എൻ്റെ റിപ്പോർട്ടർ മാത്രമാണ് കാലം എന്നാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത് പറഞ്ഞു ഞാനൊരു കവിത പാടിയ കാലം അത് ഏറ്റുപാടും. രണ്ടിൻ്റെ ആശയം ഒന്ന് തന്നെയാണല്ലോ അല്ലേ? ഒന്നാമത്തത് പറഞ്ഞ കാര്യത്തെ തന്നെ എന്താക്കുകയാണ്, ഒന്ന് ബയാൻ ചെയ്യാണ് എവിടെയും ചെയ്യുന്നത്. അതുകൊണ്ട് എന്തിൻ്റെ ആവശ്യമില്ല, പരസ്പരം വസൂല് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇനി മറ്റൊന്ന് കമാലുൽ ഇൻഖിത്താ, ഒരു ബന്ധവുമില്ല, എന്തെങ്കിലുമൊക്കെ ഒരു ബന്ധം വേണ്ട. കമാലുൽ ഇത്തിസാൽ പറയുമ്പോൾ പൂർണ്ണമായിട്ടും അതൊന്നാണ് എന്ന് തന്നെ പറയാൻ പറ്റും, ഒന്നാണ് എന്ന രൂപത്തിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇവിടെയോ ഒരു ബന്ധവുമില്ല, അങ്ങേയറ്റം പരസ്പരം അകന്നിട്ടാണ്. രണ്ടും പരസ്പരം വരും. കാരണം ഒന്ന് ഖബരിയ ജുംലയാണ്, മറ്റൊന്ന് ഇൻഷായി ജുംല. ഓലയും പാമ്പ് വെച്ചു കൂട്ടാന്ന് പറയണം, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒന്ന് ഖബർ മറ്റേത് ഇൻഷാകുമ്പോൾ പരസ്പരം ചേർക്കരുത്. അതല്ലെങ്കിൽ രണ്ടിൻ്റെയും ഇടയിൽ എന്തെങ്കിലും ഒരു മുനാസബത്ത് ഉണ്ടെങ്കിൽ വസ്ല് ചെയ്യണം. മുനാസബത്തും ഇത്തിഹാദും വേറെയാണ് അല്ലേ? കമാലുൽ ഇത്തിസാൽ എന്ന് പറയുമ്പോൾ അവിടെ ഒന്നാണ് എന്ന പരിഗണന വരികയാണ്. ഒന്നിനെ പിന്നെ അത്ഫ് ചെയ്യില്ലല്ലോ, വേറെ വേറെ സംഗതികൾ അത് ബന്ധം ഉണ്ടാകുമ്പോഴാണ് അത്ഫ് ചെയ്യുക, വസ്ല് ചെയ്യുക. അപ്പോൾ ഒരു ബന്ധവുമില്ല. ഇന്നമൽ മർഉ ബി അസ്ഗരിഹി കുല്ലു ഇംറിഇൻ റഹ്നുൻ ബിമാ ലദൈഹി, മനുഷ്യൻ എന്ന് പറയുന്നത് അവൻ്റെ കൽബും ലിസാനും നോക്കിയിട്ടാണ്. അസ്ഗർ എന്ന് പറഞ്ഞാൽ ചെറുത്, അവൻ്റെ ബി അസ്ഗരിഹി അവൻ്റെ ഏറ്റവും രണ്ട് ചെറിയത് എന്ന് പറഞ്ഞാൽ അവൻ്റെ കൽബും അവൻ്റെ ലിസാനും, ഇത് വെച്ചിട്ടാണ് മനുഷ്യനെ നോക്കുക. കുല്ലു ഇംറിഇൻ റഹ്നുൻ ബിമാ ലദൈഹി, ഏതൊരു മനുഷ്യനും ചോദ്യം ചെയ്യപ്പെടും അവൻ്റെ അടുത്തുള്ള ഒരു കാര്യവുമായിട്ട്. അപ്പം ഇത് എന്തായിട്ടില്ല, പരസ്പരം അത്ഫ് ചെയ്തിട്ടില്ല, വസ്ല് ചെയ്തിട്ടില്ല. എന്തുകൊണ്ട്? ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഒരു മുനാസബ എന്ന് പറയാനില്ല. ഇനി ഷിബുഹു കമാലുൽ ഇത്തിസാൽ, പൂർണ്ണമായ ബന്ധ അവിടെ ഫസ്ലാണ് വേണ്ടത്, അതിനോട് സാമ്യത. അന്തക്കുന്ന സാനിയത്ത് ജവാബനു സ്വാലിന് യുഫ്ഹമു മിനൽ അവ്വൽ ഉല, ഒന്നാമത്തതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു ചോദ്യം ഉണ്ട്, അതിന് മറുപടി ആയിട്ടാണ് രണ്ടാമത്തെ വന്നിട്ടുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞാൽ തൗക്കീദാകുക ബയാനാകുക, അതാവുമ്പോൾ അത് കമാലുൽ ഇത്തിസാല. അങ്ങനെയല്ല, ഇത് ഒന്നാമതൊരു ചോദ്യം ആണ്, അതിൻ്റെ മറുപടി ആയിട്ടാണ് രണ്ടാമത്തെ. ആ രൂപത്തിലാകുമ്പോൾ ഷിബുഹു കമാലുൽ ഇത്തിസാലാണ്. ലൈസൽ ഹിജാബ് മുഖിസ്സിൻ അൻകൽ യമല, മറ എന്നെ തൊട്ടുള്ള നിൻ്റെ മോഹങ്ങളെ മുറിച്ചു കളഞ്ഞിട്ടില്ല, അറുത്തു മാറ്റിയിട്ടില്ല. എന്നിട്ട് പറയുകയാണ് ഇന്ന സമാ തുർജ ഹീന തഹ്തജിബു, ആകാശം മേഘങ്ങളാലൊക്കെ മറയിടപ്പെടും, എന്ന് കാണണ്ടീനു എന്ന് ആഗ്രഹിക്കുക. ഇതേപോലെ എനിക്കും നിനക്കും ഇടയിൽ ആരോ മറയിട്ടു, അപ്പോഴാണ് നിന്നെ കൂടുതലായിട്ട് ഞാൻ ആഗ്രഹിച്ചത്, മോഹം ഇല്ലാതായി പോയതല്ല എന്ന് കവി പാടുകയാണ്. അപ്പോൾ ഇവിടെ ഷിബുഹു കമാലിൽ
ഇത്തിസാൽ എന്ന് പറയുന്ന ഘടകമുണ്ട്. അതുകൊണ്ട് അവിടെയും എന്താക്കിയിട്ടില്ല, വസ്ല് നടത്തിയിട്ടില്ല. ഇനി വസ്ല് നടത്തേണ്ട സന്ദർഭം എവിടെയാണ്, എവിടെയൊക്കെയാണ് വസ്ല് ചെയ്യുക? ഇതാ ഖുസിദ ഇഷ്റാഖുൽ ജുംലത്തൈനി ഫിൽ ഹുക്മിൽ ഇറാബി, ഇറാബിയായ ഹുക്മിൽ എന്താക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്? രണ്ട് ജുംലകളെയും ബന്ധപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. നോക്കൂ, വഹബ്ബുൽ ഐശി അഅബദ കുല്ല ഹുർരിൻ വഇൽമുൻ സാബിഖൻ നകലൽ മിറാറ, അല്ലേ? ജീവിതത്തോടുള്ള സ്നേഹം അത് ഏത് സ്വതന്ത്രനെയും അടിമയാക്കി കളഞ്ഞിട്ടുണ്ട്, അല്ലേ? വലിയ ഇൽമ് അത് കയ്പ് കൂടി ഭക്ഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ രണ്ടവസ്ഥകൾ പരസ്പരം പറയുകയാണ്. അവിടെ അത് പരസ്പരം ബന്ധിപ്പിക്കാൻ അയാൾ ഉദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ വഹബ്ബുൽ ഐശി വഇൽമുൻ സാബിഖൻ അതിനകത്ത് ചെയ്യുകയും ചെയ്തു. ഓക്കെ. ഇനി ഖബറിലും ഇൻഷായിലും ഒന്നാണ്, എന്നാൽ രണ്ടും എന്തുതന്നെയാണ്, ഇൻഷായിയാണ്, അല്ലെങ്കിൽ രണ്ടും ഖബരിയാണ്. മാത്രമല്ല രണ്ടിൻ്റെയും ഇടയിൽ നല്ല ബന്ധമുണ്ട്. നോക്കൂ, യശമ്മിറുലിൽ ലുജിയൻ സാഖിഹി വയഗ്മറുൽ മൗജു ഫി സാഹിലി, അവനെ തിരമാലയിലേക്ക് പരിശ്രമിക്കുകയാണ്, പക്ഷേ തീരത്ത് നിൽക്കുമ്പം തന്നെ തിര വന്നിട്ട് മൂടുകയാണ്. അപ്പോൾ ഒരു കാര്യത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല, അതിൻ്റെ മുമ്പ് എന്നത് ശ്രമമൊക്കെ തയ്പോ പരാജയപ്പെട്ടു, ആ രീതിയിലൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ യുഷമ്മിറു വയഗ്മറുഹു ഉണ്ടോ? ഇവിടെ യുഷമ്മിറു എന്ന് പറയുന്നതും യഗ്മറു എന്ന് പറയുന്നതും ഖബരിയാണ്. രണ്ട് ഖബരിയായ ജുംലകളാണ്. ആ ജുംലകൾക്കിടയിൽ പരസ്പര ബന്ധമുണ്ട്, മുനാസബയുണ്ട്. കമാലുൽ ഇത്തിസാൽ എന്ന് കരുതിപ്പോണ്ട. ആ കമാലുൽ ഇത്തിസാൽ എന്ന് പറയുന്നത് അത് ഒന്നുകിൽ അതിൻ്റെ തൗക്കീദ്, അല്ലെങ്കിൽ ബയാന്, അല്ലെങ്കിൽ ബദൽ, ഈ രൂപത്തിൽ വരുന്നതിനാണ് കമാലുൽ ഇത്തിസാൽ എന്ന് പറയുക. ഓക്കെ, ജാസേദ് നഹൂക്ക എന്നൊക്കെ നമ്മൾ അല്ലാതെ ബദലിനൊക്കെ ഉദാഹരണം പറയാറുണ്ടല്ലോ. ഇതേപോലെ ആ ജുംലയും ഈ ജുംലയും എടുത്തു നോക്കിയാൽ അതിൻ്റെ ഒരു ബദലായിട്ട് വന്ന പ്രതീതിയേ ഉണ്ടാവുള്ളൂ. അവിടെയാണ് കമാലുൽ ഇത്തിസാൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആ രൂപത്തിൽ ഉള്ളതല്ല, ഇത് മുനാസബയാണ്. മുനാസബ എന്ന് പറയുന്നത് രണ്ടിൻ്റെയും ഇടയിൽ ഒരു പരസ്പര പൊരുത്തം ഉണ്ടാവുക. ആ പരസ്പര പൊരുത്തം ഉണ്ടെങ്കിലേ അത്ഫ് ചെയ്യൽ തന്നെ പാടുള്ളൂ. ഓക്കെ. ഇനി ഖബറും ഇൻഷാവും ഒന്നല്ല. നമ്മൾ പറഞ്ഞ ഖബറും ഇൻഷാവും ഒന്നാണ്. പരസ്പരം ഇറാബിയ ഹുക്ം കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഫസലാക്കാൻ തേടുന്ന പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും അവിടെ ഇല്ല എന്ന് പറഞ്ഞു. ഇനി ഖബറും ഇൻഷാവും വേറെ വേറെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള എന്താണ്, കമാലുൽ ലിങ്കത്താഴിൻ്റെത് ഫസലിൻ്റെ മക്കാമാണ്. പക്ഷേ ഇവിടെ ഖബറും ഇൻഷായിലും എതിരാണ്. പക്ഷേ നമ്മൾ ഇതിന് ഖബറും ഇൻഷാവും വേറെ എതിരാണല്ലോ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ നമ്മൾ എന്താക്കിയാൽ, പരസ്പരം വേർപിരിച്ചാൽ ആശയത്തിന് അബദ്ധം പറ്റിപ്പോകും. ആളുകൾ തെറ്റായി നമ്മൾ ഉദ്ദേശിച്ചതിന് അപ്പുറം ഓപ്പോസിറ്റ് കരുതും. ഇവിടെ നോക്കി, ഒരുത്തൻ ചോദിച്ച് കാര്യങ്ങളൊക്കെ നല്ല നിലക്ക് ആവോ? ലാ ബാറക്കല്ല, അള്ളാഹു എനിക്കൊരു ബർക്കത്തും ചെയ്യില്ല എന്ന് വിചാരിച്ചു. കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടിലാവോ? ഇല്ലല്ല. ബാറക്കല്ലാഹു ഫീക്ക്, അള്ളാഹു എനിക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ഇത് ആ ഒരു സന്ദർഭം. ഒരാൾ ചോദിച്ചു എന്തായാലും ബുദ്ധിമുട്ടാവോ എനിക്ക്? ഇല്ലല്ല. വബാറക്കല്ലാഹു ഫീക്ക്, അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അപ്പം നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ അത് ദുആ ഇൻഷാ ആണ്. ഇല്ല ബുദ്ധിമുട്ട് ഉണ്ടാവുകയില്ല, അത് ഖബരിയാണ്. അപ്പോൾ ഖബരിയും ബാറക്കയും, ബാറക്ക ലഫ്ദിൽ ഖബരിയാണ് പക്ഷെ മഅന ഇൻഷായിയാണ്. അപ്പം ലായും ബാറക്കില്ല ആ ജുംലയാണെന്ന് വയ്ക്കേണ്ട. ലാ യഖഉ ഷൈഅൻ അല്ലെങ്കിൽ ലാ യഖഉ ഷൈഉൻ ഖിലാഫ അല്ലെങ്കിൽ ളിദ്ദ നിയത്തിക, ഉദാഹരണം പറയാം. അപ്പോൾ ആ രീതിയിൽ ഇത് ജുംലയാണ്, ഈ സാധനം ജുംലയാണ്. അപ്പോൾ ഇതിനിടയിലും അതേപോലെ ബാറക്ക എന്ന് പറയുന്ന ലഫ്ദുൽ ഖബരിയാണെങ്കിലും മഅനൽ ഇൻഷായി ആണല്ലോ. ഇതിനിടയിലും തമ്മിൽ അത്ഫ് ചെയ്തതിൻ്റെ കാരണം എന്താ? രണ്ടും ഖബരിയിലൊന്നാണോ? അല്ല. ഇൻഷായിലൊന്നാണോ? അല്ല. പിന്നെന്താ അത് ചെയ്യാനുള്ള കാരണം? അത് ചെയ്യാനുള്ള കാരണമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ലാ ബാറക്കല്ലാഹു എന്ന് പറഞ്ഞാൽ അള്ളാഹു ബർക്കത്ത് ചെയ്യാതിരിക്കട്ടെ, ദുആ എതിരായി ദുആരിക്കാന്ന് തോന്നിപ്പോകും. അങ്ങനെയല്ല, അങ്ങനെ സംഭവിക്കൂല. വ ബാറക്കല്ലാ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ അങ്ങനെ ഖബറും ഇൻഷായും എതിരാണെങ്കിലും പരസ്പര വിരുദ്ധമായത് തോന്നിപ്പോകുന്ന സന്ദർഭമാണ് എങ്കിൽ അവിടെയും എന്ത് ചെയ്യാം? വസ്ല് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഫസ്ല് വസ്ല് എന്നതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. കാര്യങ്ങൾ ക്ലിയർ ആയി ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സെഷനിൽ നമുക്ക് വീണ്ടും കാണാം.